മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂരിൽ വീണ്ടും വോട്ടർ പട്ടികയിൽ ക്രമക്കേട്. RSS നേതാവിനും കുടുംബവും ഇരട്ട വോട്ടുകൾ ചേർത്തു. ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള RSS നേതാവ് ഷാജി വരവൂരും ഭാര്യയും തൃശൂരിലും വോട്ട് ചേർത്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ആലത്തൂർ മണ്ഡലത്തിലെ 11-ാം ബൂത്തിലും തൃശൂർ മണ്ഡലത്തിലെ 37-ാം ബൂത്തിലുമാണ് ഇരുവർക്കും വോട്ടുണ്ടെന്ന് രേഖകൾ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടന്നു എന്നൊരു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നൊരു ആരോപണം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ RSS നേതാവിനും കുടുംബത്തിനും ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നടക്കമുള്ള രേഖകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിൽ വീണ്ടും അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നു എന്നുള്ള അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ഇന്നലെയൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. നമുക്കറിയാം, ഇന്നലെ ഒരു ഫ്ലാറ്റിലടക്കം, പൂങ്കുന്നത്തെ ഫ്ലാറ്റിലടക്കം അവരറിയാതെ, ഈ വീട്ടുടമ അറിയാതെ ഈ ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തു എന്നുള്ള വെളിപ്പെടുത്തൽ ഒരു വീട്ടമ്മ നടത്തിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഓരോന്നായി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. പല അപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ച് ഒന്നിലധികം വോട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അത് ആലത്തൂർ മണ്ഡലത്തിലുള്ളവർ അടക്കം തൃശ്ശൂരിലെത്തി വോട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ വോട്ട് പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വിവരം. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഷാജി വരവൂര്, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറിയായ ഷാജിയുടെ പേരിൽ 2 വോട്ടുകളുണ്ട് എന്നുള്ളതാണ്. ഷാജിക്കും ഭാര്യയ്ക്കുമാണ് വോട്ടുകളുള്ളത്. അത് ഒന്ന് ആലത്തൂർ മണ്ഡലത്തിലും ഒന്ന് തൃശ്ശൂർ മണ്ഡലത്തിലുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും വോട്ടുള്ളത് മണ്ഡലത്തിലെ, അതായത് ആലത്തൂർ മണ്ഡലത്തിലെ 11-ാം ബൂത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലെ 37-ാം നമ്പർ ബൂത്തിലുമാണ് ഈ ഷാജിക്ക് വോട്ടുള്ളത്. ഷാജിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ദീപ്തിക്കും വോട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് 2 ഇടങ്ങളിലും 2 മേൽവിലാസമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇൻലൻഡ് ഉദയ, തൃശ്ശൂരിലെ ഇൻലൻഡ് ഉദയ എന്ന ഫ്ലാറ്റിന്റെ മേൽവിലാസത്തിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ഇവർ ചേർത്തിരിക്കുന്നത്. അതേസമയം അവിടെ ആലത്തൂരിൽ അവരുടെ വീട്ടുപേരിലാണ്, ഷാജി KR എന്ന പേരിലാണ് ആലത്തൂരിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ രേഖകളാണ്, അതായത് അന്നത്തെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിൽ വ്യാപകമായി ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണം ഇന്നലെ തന്നെ വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ ആളുകൾ ഉന്നയിച്ചിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ RSS നേതാവും ഇത്തരത്തിൽ RSS നേതാവിനും 2 വോട്ടുകളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇരുവർക്കും 2 മണ്ഡലങ്ങളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലും വോട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആലത്തൂർ മണ്ഡലത്തിലെ 11-ാം ബൂത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഷാജി KR എന്ന പേരിലാണ് ആലത്തൂർ മണ്ഡലത്തിലുള്ളത്. അതുപോലെ തന്നെ ഭാര്യ ദീപ്തി C എന്നിവരുടെ പേരിലാണ് വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. അത് ഇൻലൻഡ് ഉദയ ഫ്ലാറ്റ് നമ്പർ 1D ഇൻലൻഡ് ഉദയ എന്ന പേരിലാണ് രണ്ടാമത്തെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഷാജി KRന്റെ വോട്ട് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യയുടെ വോട്ട് ചേർത്തിരിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിൽ വ്യാപക ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണം കോൺഗ്രസും അതുപോലെ തന്നെ LDFും അടക്കം ശക്തമായി ഉന്നയിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ RSS നേതാവിന് കൂടി ഇത്തരത്തിൽ ഇരട്ട വോട്ട്, ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള RSS നേതാവിന് തൃശ്ശൂർ മണ്ഡലത്തിലും വോട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ. തീർച്ചയായും ആന്റണി, നമുക്കറിയാം ഇത്തരത്തിൽ ഈ ഒരു DCC പ്രസിഡന്റ് ജോസഫ് രാജട്ട് അടക്കം ഈ ഒരു വിഷയം, VS സുനിൽകുമാർ അടക്കം ഈ ഒരു വിഷയം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ഒരു ക്രമക്കേട് നടന്നു എന്നൊരു വിഷയം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജോസഫ് രാജട്ട് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ തൃശ്ശൂരിൽ ഒരു വോട്ട് ക്രമക്കേട് നടന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നടക്കം അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇത്തരത്തിൽ ഒരു RSS നേതാവിനും കുടുംബത്തിനും ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നൊരു വിവരം പുറത്തു വരുമ്പോൾ ഇത് വീണ്ടും സങ്കീർണമാകുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്ക് അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിന് പിന്നാലെയാണ് തൃശ്ശൂരിലും ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നത്. ആദ്യം ആ ആരോപണം ഉന്നയിക്കുന്നത്
VS സുനിൽകുമാറാണ്. അതിനുശേഷം കോൺഗ്രസ് അടക്കം ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഇത്തരത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് 10 വോട്ടുകളാണ് ഇത്തരത്തിൽ ഈ പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിന്റെ അഡ്രസ്സിൽ അവർ പോലും അറിയാതെ ചേർത്തിരിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ന് ഈ RSS നേതാവും ഇത്തരത്തിൽ ഇൻലൻഡ് ഉദയ എന്ന ഫ്ളാറ്റിന്റെ മേൽവിലാസത്തിൽ ആലത്തൂരിൽ വോട്ടുള്ള ആലത്തൂർ മണ്ഡലത്തിലെ 11ാം പോളിംഗ് ബൂത്തിൽ വോട്ടുള്ള RSS നേതാവും ഭാര്യയും ഇത്തരത്തിൽ ഇൻലൻഡ് ഉദയ എന്ന തൃശ്ശൂരിലെ ഫ്ളാറ്റിന്റെ മേൽവിലാസത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് ഒരു രാജ്യത്ത് ഒരു വോട്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം. പക്ഷേ ഇത് 2 വോട്ടർ പട്ടികയിൽ ഈ പേരുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം. ഏതായാലും അതിന്റെ മറ്റു വശങ്ങളെക്കുറിച്ച് അറിയില്ല. ഏതായാലും അക്കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത് ഷാജി അടക്കമുള്ളവരാണ്, BJP അടക്കമുള്ളവരാണ്. ഇത്തരത്തിൽ എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളതിൽ ഈ ഷാജി അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ വിശദീകരണം നൽകേണ്ടത്. ഏതായാലും ഈ കോൺഗ്രസ് അടക്കം അതുപോലെ തന്നെ CPIയും അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി അല്ലെങ്കിൽ അതിന് കൂടുതൽ അടിസ്ഥാനം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇക്കാര്യത്തിൽ തൃശ്ശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ KPCC മുൻ കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയുമായ K. മുരളീധരൻ അടക്കം കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ആരോപിക്കുന്നുണ്ട് വ്യാപകമായ അട്ടിമറി തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്. ഈ വോട്ട് ചേർക്കുന്നതിലടക്കം വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അത് അവരുടെ ആരോപണങ്ങൾക്ക് കൂടുതൽ ദിവസം തോറും ഓരോ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. അതിൽ ഒടുവിലത്തേതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വോട്ടർ പട്ടികയിലെ വിവരം. തീർച്ചയായും ആന്റണി, ഈ ഒരു ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധി അടക്കം ഈ ഒരു വോട്ടർ ക്രമക്കേട് നടന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്ന രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിലും ഇത്തരത്തിലൊരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രേഖകളെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഇത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് തന്നെ വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന് പറയാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു BJPയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ അവിടെ വിജയിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ VS സുനിൽകുമാറും അതുപോലെ തന്നെ DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അടക്കം ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇത്തരത്തിൽ അത് ഈ സുരേഷ് ഗോപിയുടെ വിജയം ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. നേരത്തെ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ വാദങ്ങൾ മാറ്റിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിൽ ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ ഈ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് BJP ഇക്കാര്യത്തിൽ നൽകുന്ന മറുപടി. അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ ഇവരെ ആരോപിക്കുന്നത് പോലെയുള്ള ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് BJP ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, അല്ലെങ്കിൽ BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ സുരേഷ് ഗോപി മത്സരിക്കുന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വിവിധ തലങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ പുറത്താക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപിക്കെതിരെ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ CPIഎമ്മും അതുപോലെ തന്നെ CPIയും കോൺഗ്രസും എന്നുള്ളതാണ് BJP ഇക്കാര്യത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശക്തമായ ഒരു ആരോപണവുമായി ഈ നേതാക്കൾ രംഗത്തേക്ക് വരുന്നത്. ഇന്നലെ സുനിൽകുമാർ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ ഈ മിസ്ഡ് കോൾ അടിച്ചാൽ BJPയിൽ അംഗത്വം നൽകുന്നത് പോലെ ഇത്തരത്തിൽ പ്രവേശനം നൽകി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ നേതാക്കൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് ആ പൂങ്കുന്നത്തെ വീട്ടമ്മ ഉന്നയിച്ച കാര്യം അതും വളരെ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അവരറിയാതെ ഇത്തരത്തിൽ അവരുടെ അഡ്രസ്സിൽ പൂങ്കുന്നത്തെ ആ ഫ്ലാറ്റിലെ അഡ്രസ്സിൽ വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ്
ഇതിൽ ആ വീട്ടമ്മ ഇന്നലെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതിന് പിന്നാലെ കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് അപ്പാർട്ട്മെന്റുകളുടെ അഡ്രസ്സിലടക്കം ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അത് പലരും ആലത്തൂർ മണ്ഡലത്തിൽ ഉള്ള ആളുകളാണ്. ആ ആളുകളാണ് തൃശ്ശൂരിലും വോട്ട് ചേർത്തിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ BJP ഒരു മറുപടി പറഞ്ഞിട്ടില്ല. തൃശ്ശൂരിൽ ഏതാണ്ട് 60,000 വരെ വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അല്പസമയം മുമ്പ് പറഞ്ഞത്. അതേസമയം ഈ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. സുരേഷ് ഗോപിയുടെ വീടുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി താമസമാക്കിയിരുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അവിടെ അന്വേഷിക്കുമ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ അവിടെയല്ല താമസം എന്നുള്ള വിവരമാണ് വരുന്നത്. സുരേഷ് ഗോപിയുടെ കുടുംബം ഇപ്പോൾ തിരുവനന്തപുരത്താണ്. മറ്റൊരു ഫാമിലിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങളും ഈ സമീപവാസികളടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ തൃശ്ശൂരിൽ ഈ വ്യാപക ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു വെല്ലുവിളിയൊക്കെ ഇന്നലെ VS സുനിൽകുമാർ അടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ RSS നേതാവിന് ഇത്തരത്തിൽ 2 വോട്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആന്റണി, ഇപ്പോൾ ആരോപണ വിധേയനായ ഷാജി വരവൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ഷാജി. താങ്കൾ ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്തേ. എന്തായാലും ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് ന്യൂസ് കൊടുക്കുമ്പോൾ ആരോപണ വിധേയന്റെ മറുപടി കൂടി കേൾക്കാൻ കാണിച്ച സന്മനത്തിന് നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് തൃശ്ശൂര് ഒല്ലൂര് തൈക്കാട് വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ടീച്ചറായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ 8 മണിക്ക് അവിടെ പഞ്ച് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻലാൻഡിലെ 8D. അപ്പോൾ നമ്മൾ അവിടെ താമസിച്ച് ആണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയാണ് ഇവിടെ വോട്ട് എന്നുള്ളതുകൊണ്ട് ആലത്തൂരിന്ന് വോട്ട് നമ്മൾ തൃശ്ശൂർക്കാക്കി. പക്ഷേ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ബാക്കി അമ്മയ്ക്കോ ഒന്നും തൃശ്ശൂർ വന്ന് താമസിക്കുന്നതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ തൃശ്ശൂർ തുടർന്ന് താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങള് ആലത്തൂർ തന്നെയാണ് വോട്ട് ചെയ്തത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഞാൻ തൃശ്ശൂർ വോട്ട് ചെയ്തു, ഇനി ആലത്തൂർ വോട്ട് ചെയ്തു, 2 വോട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മര്യാദകേടാണ്. ഈ ആരോപണ വിധേയന്റെ ഭാഗം കേൾക്കാൻ ഒരു തരത്തിലുള്ള താല്പര്യവും മാധ്യമങ്ങൾ ആരും കാണിച്ചില്ല. നിങ്ങളത് കാണിച്ചതിൽ നന്ദി. തീർച്ചയായും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതുമായി സഹകരിക്കാൻ തന്നെയാണോ താങ്കളുടെ തീരുമാനം? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സുനിൽ കുമാർ എന്ന് പറയുന്ന ആളുടെ വിഷമം നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ഇപ്പൊ കണ്ണിൽ കണ്ടവരൊക്കെ കള്ളന്മാരാ. കാരണം അയാൾ തോറ്റുപോയല്ലോ. അപ്പൊ അദ്ദേഹം നാട്ടിലിപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കണ്ടാൽ വരെ കള്ളനാന്ന് തോന്നുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട്, സാഹചര്യം ഉണ്ട്. ആ തോൽവി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിപ്പോ നമ്മളെന്താ ചെയ്യാ? നമ്മളിപ്പോ മര്യാദക്കാരും മോശക്കാരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ കേരളത്തിലും വിശിഷ്യ ഇന്ത്യയിലൊക്കെ തന്നെ. അപ്പോ ആരാണ് മര്യാദക്കാര്, ആരാണ് മോശക്കാര് എന്നുള്ളത് ഞാൻ സുനിൽ കുമാർ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് വോട്ടർമാർ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാമായിരുന്നു. എനിക്ക് നിയമപരമായിട്ട് ഒരു തെറ്റുമില്ല വോട്ട് ചെയ്താൽ, എന്നോട് ആരും ചോദ്യം ചെയ്യൂല. പക്ഷെ ധാർമ്മികമായിട്ട് അത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഞാൻ എൻ്റെ സ്ഥലത്ത് തന്നെയാണ് പോയിട്ട് ചെയ്തത്. അത്രയേ ഉള്ളൂ എനിക്കിതിൽ പറയാൻ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഷാജി വരവൂർ. ഓക്കെ. തൃശ്ശൂരിൽ വീണ്ടും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്ന ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യമാണ്. RSS നേതാവിനും കുടുംബത്തിനും ഇരട്ട വോട്ടുകൾ ചേർത്തു എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള RSS നേതാവ് ഷാജി വരവൂരും ഭാര്യയും തൃശ്ശൂരിലും വോട്ട് ചേർത്തതിന്റെ തെളിവുകൾ പുറത്തു വന്നു. ഇപ്പോൾ ഷാജി വരവൂരാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്.
ആലത്തൂർ മണ്ഡലത്തിലെ 11-ാം ബൂത്തിലും തൃശ്ശൂരിൽ മണ്ഡലത്തിലെ 37-ാം ബൂത്തിലുമാണ് ഇരുവർക്കും വോട്ടുകൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ തൻ്റെ ഭാര്യ ഈ ഒരു തൃശ്ശൂരിൽ സംബന്ധവുമായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലുമുള്ള ക്രമക്കേടും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും വോട്ട് ചേർത്തൊരു സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചത്. ആന്റണി ജിസ് ജോർജ് ഉണ്ട് നമ്മളോടൊപ്പം. ആന്റണി, ഇപ്പോൾ ഷാജി വരവൂരിന്റെ ഒരു പ്രതികരണം നമ്മളോടൊപ്പം ചേർന്നിരുന്നു. അപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇപ്പോൾ ഷാജി വരവൂര്, അതായത് ഈ 2 മണ്ഡലങ്ങളിൽ വോട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ ഷാജി വരവൂർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ ഈ ഭാര്യയ്ക്ക് തൃശ്ശൂരിലാണ് ജോലി. അതിൻ്റെ ജോലിക്ക് പോകുന്നതിൻ്റെ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ അവിടെ ഈ ഇൻലാൻഡ് ഉദയയിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസമാക്കിയത്. പിന്നീട് അമ്മയടക്കം തൃശ്ശൂരിൽ നിന്ന് ആലത്തൂരിലേക്ക് മടങ്ങിയ തൃശ്ശൂരിൽ താമസിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ഈ ആലത്തൂരിലെ വീട്ടിലേക്ക് തന്നെ മടങ്ങി എന്നുള്ള കാര്യമാണ് ഷാജി വരവൂർ ഇപ്പോൾ പറയുന്നത്. അവർ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുകൂടി ഷാജി വരവൂർ പറയുന്നു. ഈ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല. ആലത്തൂർ മണ്ഡലത്തിലെ ഈ 11-ാം നമ്പർ ബൂത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നുള്ള കാര്യമാണ് ഷാജി വരവൂര് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഏതായാലും ഷാജി വരവൂരിന്റെ ഭാഗം കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി വോട്ടർ പട്ടികയിൽ അങ്ങനെ എന്തുകൊണ്ട് ഒഴിവാക്കിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ 2 വശങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു ഘട്ടത്തിൽ ആണ് ഇത്തരത്തിൽ ഇപ്പോൾ ഷാജി വരവൂർ എന്ന ഈ RSS നേതാവിന് 2 ഇടങ്ങളിൽ ഈ വോട്ട് ഉണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. ഏതായാലും ഷാജി വരവൂർ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. ഏതായാലും അല്പസമയം മുമ്പ് ഈ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്. 60,000 വരെ ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. മാത്രമല്ല ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകളും പല കോണുകളിൽ നിന്നും തൃശ്ശൂരിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായും ആന്റണി, ഇപ്പോൾ CPI നേതാവ് VS സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ സുനിൽകുമാർ. ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം നിങ്ങളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റാർക്കെങ്കിലും ഇതുപോലെ ഒരു 2 വോട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ? നിരവധി ആളുകൾക്ക് 2 വോട്ടുള്ളതും മറ്റുള്ള സ്ഥലങ്ങളിൽ സ്ഥിരതാമസമായിട്ട് ഇവിടെ സ്ഥിരതാമസമാണെന്നുള്ള വ്യാജമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും വോട്ട് ചേർത്തിട്ടുള്ള നിരവധി ആളുകളുടെ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അത് ഞങ്ങൾ അതിന്റെ ലിസ്റ്റുകളെല്ലാം ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാല് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് അവർ ഓഫാക്കിയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് പല വിവരങ്ങളും എടുക്കുന്നതിന് ചില പ്രയാസങ്ങളുണ്ട്. മാനുവലായിട്ട് തന്നെ എടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും BJPയുടെ തന്നെ വളരെ വലിയ നേതാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ വോട്ടും അവരുടെ വീടും മറ്റു പല മണ്ഡലങ്ങളിലാണെങ്കിലും അവരിവിടേക്ക് വോട്ട് ചേർത്തതായിട്ടുള്ള അന്നുണ്ടായിരുന്ന പരാതി സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഇപ്പോ അവരുടെ വോട്ടുകൾ നിങ്ങൾ തന്നെ ഇപ്പൊ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ വിവരങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് ഒരു കേസല്ല, ഇത് പല കേസുകളുണ്ട്. ഇതിന്റെ ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു അസംബ്ലി മണ്ഡലത്തിന്റെയോ അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിന്റെയോ അതിർത്തി ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യുന്നത് ആ അതിർത്തിക്കകത്തുള്ള വോട്ടർമാരെ നിശ്ചയിക്കുന്നതും ആ അതിർത്തിക്കകത്തുള്ള ഒരു മണ്ഡലത്തിന്റെ അതിർത്തിക്കകത്തുള്ള മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ വോട്ടർമാരാണ് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥാനാർത്ഥിക്ക് പാലക്കാടോ കോഴിക്കോടോ പോയി മത്സരിക്കാം. പാർലമെന്റിലേക്കാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ പ്രപ്പോസ് ചെയ്യേണ്ടത് ആ മണ്ഡലത്തിലെ വോട്ടറായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ജനപ്രാതിനിധ്യ നിയമത്തില് നമ്മുടെ വോട്ടർമാരാണ് ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ഇന്ത്യയിൽ എവിടെയുള്ള ആളാണെങ്കിലും പാർലമെന്റിൽ മത്സരിക്കാൻ അവകാശമുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ജനിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. ആ ഒരു അവകാശവുമായി ബന്ധപ്പെട്ട നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് BJP അവരുടെ വോട്ടർമാരെ അവരുടെ കേഡർമാരായിട്ടുള്ള ആളുകളെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും
പ്രത്യേകമായി സെലക്ട് ചെയ്ത് ഇവിടേക്ക് അവര് കൊണ്ടുവന്ന് ആൾതാമസമില്ലാത്തതും അല്ലെങ്കിൽ ആൾതാമസമുള്ളിടത്ത് തന്നെ ആ വോട്ടർമാർ അറിയാതെയും ഒക്കെ തന്നെ അവരുടെ പേരുകൾ ചേർക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞത്. അങ്ങനെ കഴിഞ്ഞതിന് പിന്നിൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കാതെ അവർക്ക് വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ സഹായം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ടും അവർ ഹൈജാക്ക് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്വതന്ത്ര സംവിധാനം എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്തിട്ട് അവരുടെ വിജയത്തിന് വേണ്ടി ഒരു മാനിപ്പുലേഷൻ നടത്തി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എമൗണ്ട് മാനിപ്പുലേഷൻ. അപ്പോൾ അത്തരമൊരു മാനിപ്പുലേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇപ്പൊ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വ്യക്തി BJPയുടെ വളരെ പ്രമുഖനായ നേതാവാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പേരുകൾ ഇനി പുറത്തു വരും. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവര് കാണിച്ചിട്ടുള്ള ക്രമക്കേടാണ്. ഇപ്പോ ഇവരിപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യം, പിന്നെ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി ജയിച്ച വോട്ടും ഇവിടെ ഇതുപോലെ ക്രമമല്ലാതെ വന്നിരിക്കുന്ന വോട്ടുകളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ലാത്ത കാര്യമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്യുന്നത് ആരാണ്? ആ മണ്ഡലത്തിലെ ഒരു വോട്ടറായിരിക്കണം. അപ്പോ അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ആരാണ്? ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിന് അതിർത്തിയിൽ വരുന്ന താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനും പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്യമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ഒറ്റപ്പെട്ട നിലയിലല്ല, അത് ബോധപൂർവം അങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പ്രവർത്തനം നടത്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പിന്നെ ഒരു ഇലക്ഷൻ നിയമത്തിന്റെ ലംഘനമാണ്. ഇക്കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അന്നൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറാകാതിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലോടുകൂടി അത് പുറത്തു വരാനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ ഈ വിഷയം ഇപ്പൊ BJPക്കാർ പറയുന്നത്, ഇതിനെപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതി കൊടുത്തത്? ഞങ്ങൾ 8 or 9 പരാതികൾ LDF എന്ന നിലയിൽ തന്നെ അന്ന് കൊടുക്കുകയുണ്ടായി. UDFന്റെ നേതൃത്വത്തിൽ അന്ന് പരാതി കൊടുത്തു എന്ന് ഞങ്ങൾക്കറിയാം. മാത്രവുമല്ല, അന്ന് ഗവൺമെന്റ് വിളിച്ചു, അല്ലെ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു കൂട്ടിയിട്ടുള്ള യോഗങ്ങളിൽ CPIയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഈ ക്രമക്കേടുകൾ വ്യക്തമായി തെളിവുകൾ സഹിതം അത്തരം മീറ്റിങ്ങുകളിൽ ഞങ്ങൾ അവരെ അറിയിക്കുകയുണ്ടായി. എന്നിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ ഇത്തരം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇലക്ഷൻ കമ്മീഷന്റെ സിസ്റ്റം അവർക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന നിലയിലേക്ക് അതിനെ പരിഗണിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷതയെ സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം ഇവിടെയുള്ള പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും മറ്റുള്ള ആരാണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സത്യങ്ങളോ വസ്തുതകളോ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമാണ്. അതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്കൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് പ്രകാരം ഞാനൊരു സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം നിങ്ങൾ ആരോപണങ്ങളുടെ തെളിവ് കൊടുക്കാനാണ് പറയുന്നത്. അത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് പറയുന്നതല്ല. അങ്ങനെ ചെയ്യലല്ലോ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതുകൊണ്ട് അത്തരം ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ആ സംശയം ദൂരീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ നിലനിൽപ്പിന്റെ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയിലേക്ക് അത് പരിഗണിച്ച് അതിന്റെ സത്യം ഇന്നതാണെന്ന് ജനങ്ങളോട് പറയാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിന് ഒളിച്ചോടുന്നത്. ഇപ്പൊ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭ ഇലക്ഷന്റെ ഇപ്പൊ 2024 പട്ടിക ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുണ്ടോ? ഇല്ല. 2025 ജനുവരി മാസം 1-ാം തീയതി, അതിനുശേഷം അതിന് മുമ്പ് ഡിസംബർ മാസം 12-ാം തീയതി ഒക്കെ പുറത്തിറക്കിയിരിക്കുന്ന റിന്യൂവൽ ചെയ്തിട്ടുള്ള വോട്ടർ പട്ടികയുടെ കോപ്പി നമുക്ക് കിട്ടണമെങ്കിൽ ഇവരുടെ ഈ സൈറ്റ് പരിശോധിക്കാമെന്നാണല്ലോ പറയും. ഇപ്പൊ സൈറ്റ് ഓപ്പൺ അല്ലല്ലോ. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം? എന്താണ്? ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബീഹാറിൽ ഇപ്പൊ 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് മാറ്റാൻ കാരണം? അവർ പറയുന്നത് വോട്ടർ പട്ടിക നിങ്ങളുടെ വോട്ട് ചേർക്കണമെങ്കിൽ, നിങ്ങളുടെ വോട്ട് പുതുതായി ചേർക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നിങ്ങൾ മെട്രിക്കുലേഷൻ പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അങ്ങനെ വളരെ സങ്കീർണമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാലാണ് ബീഹാറിലെ ഗ്രാമവാസികൾക്ക് അവിടെ വോട്ട് പുതുക്കാൻ പറ്റുന്നത്. അതിന് പകരം നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് കൊടുത്താലോ നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്താലോ നിങ്ങളുടെ റേഷൻ കാർഡ് പോലും പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ തൃശൂർ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെയുള്ള കഴിഞ്ഞ 2024 ഇലക്ഷനിൽ വെറും പോസ്റ്റൽ കാർഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വോട്ട് ചേർക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നതിന്റെ ഇരട്ടത്താപ്പാണ് നമുക്ക് പിടികിട്ടാത്തത്.
ബീഹാർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഡ്രൈവിന്റെ ഭാഗമായി 65 ലക്ഷം വോട്ടർമാരെ മാറ്റിയത് അവരുടെ കയ്യിൽ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഇന്ത്യയിലെ വോട്ടർമാർക്ക് ഈ റിന്യൂ ചെയ്യണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലും ബാധകമാക്കണ്ടേ? അതിന് പകരം പോസ്റ്റൽ കാർഡ് പോലും മതി എന്ന നിലയിലേക്ക് നിബന്ധന വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഇത്തരം താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം. അപ്പൊ അതിനർത്ഥം ഇപ്പോ ബീഹാറിൽ നിന്നും 65 ലക്ഷം വോട്ടർമാരെ ഇപ്പൊ പുറത്താക്കിയിരിക്കുകയാണ്. അതേസമയം മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ഉണ്ടായപ്പോ 1 കോടി വോട്ടർമാർ അധികമായി ചേർക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ തൃശ്ശൂരിലും ഇലക്ഷൻ വന്നപ്പോൾ 1,46,000 പേര് ചേർക്കപ്പെട്ടതിൽ ഇതുപോലെ ലളിതമായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ദുർബലമായിട്ട് രേഖ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും 2 ദിവസം ഇവിടെ വന്ന് താമസിച്ച് ലോഡ്ജിൽ താമസിച്ചാൽ പോലും നിങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന നിലയിലേക്ക് വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം ഉണ്ടാക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റായിട്ട് വേണം കണക്കാക്കാൻ. അപ്പൊ അതാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന ഒരു വിഷയം. ഇത് BJP നേതാക്കന്മാരും മറുപടി പറയേണ്ട കാര്യങ്ങളല്ല. ഇത് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ മാത്രമല്ല ഇപ്പോ ഈ ഇലക്ഷൻ സുതാര്യമായി നടക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇത് മാത്രം പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ ഇതുപോലെയുള്ള ഒരു ഏജൻസിയുടെ കീഴിൽ നടക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പറിലേക്ക് നമ്മുടെ ഇലക്ഷൻ തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലും യൂറോപ്പിലും UK ഉൾപ്പെടെയുള്ള ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യ ബഹുദൂരം മുന്നിൽ പോയിട്ടുള്ള പല രാജ്യങ്ങളിൽ പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നത്? അവർക്ക് പുതിയ സാങ്കേതിക വിദ്യ അവിടേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ? അതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. അവിടുത്തെ ജനാധിപത്യത്തിന്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസ്യതയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ പേപ്പർ ബാലറ്റ് തന്നെ അവർ തിരിച്ചുപോയി. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായി നമുക്ക് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോയേ മതിയാകൂ? അല്ലെങ്കിൽ ഈ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്താൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമ്മളോടൊപ്പം ഷാജി വരവൂര് ചേർന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തൃശ്ശൂരിൽ ജോലി സംബന്ധമായി എത്തുകയും അതിനോട് അനുബന്ധിച്ചാണ് അദ്ദേഹം ഇവിടെ താമസം തുടങ്ങിയതും എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം വോട്ട് ചെയ്തത്, അദ്ദേഹത്തിന്റെ കുടുംബം അടക്കം വോട്ട് ചെയ്തത് ആലത്തൂരിലായിരുന്നു എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അവിടെ വോട്ട് ചെയ്തോ ചെയ്തില്ല എന്നുള്ള കാര്യത്തേക്കാൾ ഉപരി രണ്ടിടത്ത് അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. BJP എന്തിനാണ് ഇതിപ്പോ നിങ്ങൾ അദ്ദേഹം പറയുന്ന ന്യായീകരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ന്യായീകരണമായിരിക്കും. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതയാണോ അല്ലെന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന കാര്യം വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? നിങ്ങൾ അവിടെ വോട്ടുണ്ടായിരുന്നു ഇവിടെ വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയായിട്ട് കാര്യം. ഇത് ഒരു കാര്യമല്ലല്ലോ, ഒരു കേസ് മാത്രമല്ലല്ലോ. അവിടെയുള്ള നിരവധി BJP നേതാക്കന്മാരും BJP പ്രവർത്തകരും BJP വോട്ടർമാരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് ഇങ്ങനെയാണ് വന്നത്. അപ്പോ ഇത് യാദൃശ്യം 1-2 കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം പറഞ്ഞ വാദഗതികൾ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. ഇത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ അല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വാദഗതി മാത്രം മുഖവിലേക്ക് എടുക്കുന്നതിന് പകരം നമ്മൾ കാണേണ്ട ഒരു കാര്യം അദ്ദേഹം ഇവിടെ തീർച്ചയായും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു താങ്കൾ ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു വിഷയത്തിൽ ഇനിയും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു രേഖകളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 മണ്ഡലങ്ങളിലും വോട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ രേഖകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഇത് ഇലക്ഷൻ കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളിനി ഒരു കാര്യം വെരിഫൈ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ആലത്തൂരിൽ വോട്ടുണ്ടെങ്കിൽ ആലത്തൂരിൽ വോട്ട് ചെയ്തതിന്റെ വോട്ടർ ID-യുടെ എപ്പിക് നമ്പർ ഒരിക്കലും മാറാൻ പാടില്ലാത്തതാണല്ലോ. അവിടുത്തെ എപ്പിക് നമ്പർ 1 ഇവിടുത്തെ എപ്പിക് നമ്പർ 2 ആണെങ്കിൽ അവിടെ വോട്ടുണ്ട് എന്ന കാര്യം മറച്ചു വെച്ചിട്ട് ഇവിടെ വോട്ട് അദ്ദേഹം പിന്നെ വാങ്ങി എന്നുള്ളൊരു പ്രശ്നം, വോട്ട് ചെയ്തോ ചെയ്തതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2 എപ്പിക് നമ്പറിലാണ് വോട്ടുള്ളതെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു നിയമലംഘനമാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരേ എപ്പിക് നമ്പറിലാണ് വോട്ടെങ്കിൽ ഇവിടെ അതിലൊരു എപ്പിക് നമ്പർ ഉണ്ടല്ലോ. എപ്പിക് നമ്പർ നമ്മുടെ ഇലക്ഷൻ വോട്ടർ ID നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ വോട്ടർ ID നമ്പർ മാറേണ്ട കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ ആ നമ്പറിൽ തന്നെയാണ് നമ്മൾ ഇപ്പുറത്ത് വോട്ട് നൽകുന്നത്. അപ്പോൾ നമുക്കിവിടെ വോട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ എപ്പിക് നമ്പർ മാറാൻ പാടില്ലാത്തതാണ്.
നിങ്ങൾ പരിശോധിച്ചോളൂ, എപ്പിക് നമ്പർ മാറിയിട്ടുണ്ടോ നോക്കിക്കോളൂ. എപ്പിക് നമ്പർ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത് വെച്ച് നിങ്ങൾ നോക്കിക്കോളൂ എപ്പിക് നമ്പർ മാറിയിട്ടുണ്ടോന്ന്. അപ്പൊ അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? അത് ഇലക്ഷൻ കമ്മീഷനല്ല അതിന്റെ പിന്നിലുള്ള കാരണം. ഇനി ഷാജി എന്ന് പറയുന്ന ആൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അങ്ങനെ കൊടുക്കാൻ പാടുള്ളതാണോ ഈ ഇലക്ഷൻ കമ്മീഷൻ? ഇവിടെ ഈ രാജ്യത്തെ ഇലക്ഷൻ സുതാര്യമായി നടക്കണമെന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തം മാത്രമല്ല, അത് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടർ ഇലക്ഷൻ മത്സരിക്കുന്ന ആളുകൾ ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഇലക്ഷൻ കമ്മീഷൻ നിയമം ലംഘിക്കുന്നു എന്നുള്ളതായിരുന്നില്ല മുമ്പത്തെ പ്രശ്നം. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് വരുന്നിടത്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങൾ ലംഘിച്ച ഒരുപാട് സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ പലപ്പോഴും ഇലക്ഷൻ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കേസുകൾ വരുന്നത്. അപ്പൊ ഇലക്ഷൻ കേസുകൾ വരുമ്പോ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നിയമം ലംഘിച്ചവരുടെ കൂടെ നിൽക്കാറില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ നിയമം ലംഘിക്കുന്നവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നിയമങ്ങളെ സംരക്ഷിക്കുന്ന, ഇലക്ഷൻ നിയമങ്ങളെ ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ നിയമം ഒരു പാർട്ടിക്കാർ ലംഘിച്ചു എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കുമ്പോൾ നിയമപരമായി അവർ നേരിടേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ഇലക്ഷൻ കമ്മീഷനെയാണ്. അപ്പൊ ഒരു വ്യക്തി എപ്പിക് നമ്പർ വേറെയും ഇവിടെ വേറെ എപ്പിക് നമ്പറിലും അദ്ദേഹം വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യുന്നതിൽ വളരെ തകരാറാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. വെരിഫൈ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. ഇപ്പൊ BJP-യുടെ സ്ഥാനാർത്ഥി ഒരു വോട്ടർ വന്നിട്ട് ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ അയാളുടെ പാർട്ടിക്കാരല്ല വെരിഫൈ ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷനല്ലേ. അപ്പൊ ഇലക്ഷൻ കമ്മീഷനാണ് അതിന്റെ ഉത്തരം. അത് ഞാൻ പറഞ്ഞു, BJP-കാരല്ല അതിന് ഉത്തരം പറയേണ്ടത്. ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. അപ്പൊ ഇത് നിയമപരമായ പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഇവർ വളരെ പ്രയാസപ്പെടേണ്ടി വരും. തീർച്ചയായും ഈ ഒരു വിഷയം ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ഒരു രേഖകളടക്കം ഹാജരാക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഇനി എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കും, അല്ലെങ്കിൽ ഈ ഒരു വിഷയം വീണ്ടും ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയല്ലേ നിങ്ങളുടെ തീരുമാനം? അല്ല, ഇലക്ഷൻ കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടാൻ നിങ്ങളിപ്പോ എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചത് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. പത്രത്തിലും ടിവിയിലും കണ്ട വാർത്തകൾ കേട്ടിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ല എനിക്ക് നോട്ടീസ് അയച്ചത്. അപ്പൊ ഇത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പത്രത്തിലും ടിവിയിലും കണ്ടുകൊണ്ടിരിക്കില്ലേ? പിന്നെ പ്രത്യേകിച്ച് പരാതി കൊടുക്കേണ്ട കാര്യം തന്നെ ഇല്ലാത്തതാണല്ലോ. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ വേറെ പരാതിയുടെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ നിങ്ങൾ കാണാണ്ട്? നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കണം. ഇപ്പൊ നിങ്ങൾ പത്രങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച് ചോദിക്കണം എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുമല്ലോ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ VS സുനിൽകുമാർ, കേരള വിഷൻ ന്യൂസിനോടൊപ്പം പങ്കുചേർന്നതിന്. ഈ ഒരു ലിസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇനി മറ്റ് ബൂത്തുകളിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇരട്ട വോട്ടുകൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് VS സുനിൽകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചത്. 8ഉം 9ഉം അടക്കം പരാതികൾ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു, ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസും അതുപോലെ തന്നെ CPI അടക്കം ഇത്തരത്തിൽ പരാതികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട്, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് VS സുനിൽകുമാർ നമ്മളോടൊപ്പം പറഞ്ഞത്.